കുട്ടൻ ഒരൊറ്റ കാര്യം, കണ്ണൂരും കോഴിക്കോടും എന്ത് സംഭവിക്കും? കനകോലു പറഞ്ഞു കേട്ടല്ലോ. ശരി, കനകോലൂർ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു. നമ്മളൊക്കെ അത് കേട്ട് വളരെ ആശ്ചര്യത്തിലായിരുന്നു. ഇന്നലെ തന്നെ അത്തരം വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. കണ്ണൂരും കോഴിക്കോട്ടും വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിക്കാനില്ല. രണ്ട് സ്ഥലത്തും നമുക്കറിയാവുന്ന പോലെ തന്നെ LDF ഏറ്റവും ശക്തി കേന്ദ്രങ്ങളാണ്. ഗ്രാമനഗര വ്യത്യാസമില്ലാതെ വലിയ സ്വാധീനമുള്ള മേഖലകളാണ്. അവിടെ കണ്ണൂരിൽ മറ്റൊന്നും സംഭവിക്കാനില്ല. കോഴിക്കോട് ആണ് UDF ഒരു പ്രതീക്ഷ. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി കോൺഗ്രസ് ഒരു MLA ഇല്ലാത്ത ജില്ലയാണ്. അതുകൊണ്ട് തന്നെ അവിടെ സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അവർ അത് വിജയിക്കുമെന്നൊരു പ്രതീക്ഷ, വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. അതേസമയത്ത് തന്നെ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ആ തിരിച്ചടിയുടെ പഴുതുകളെല്ലാം അടച്ചുകൊണ്ട് വലിയ ആത്മവിശ്വാസത്തിലാണ് LDFന്റെ നേതാക്കളും ഉള്ളത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു അത്ഭുതങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. കണ്ണൂർ വളരെ വേഗം. കണ്ണൂർ കണ്ണൂർ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്. അവിടെ ഇപ്പോൾ നിലവിലുള്ള അതേ സ്ഥിതി തന്നെ. ഇപ്പോൾ 2 സീറ്റാണ് UDFിനുള്ളത്. ഇരിക്കൂറും പേരാവൂരുമാണ്. ആ പേരാവൂർ ഒരു പക്ഷേ അട്ടിമറി വിജയം. KK ശൈലജ ടീച്ചർ അത്രയും ശക്തമായിട്ടുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. LDFന്റെ സംഘടനാ സംവിധാനം ഈ സമീപകാലത്തൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ CPIഎമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ, പനോടി വത്സൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെ ദിവസങ്ങളോളം കേന്ദ്രീകരിച്ചുകൊണ്ട്, ആഴ്ചകളോളം കേന്ദ്രീകരിച്ചുകൊണ്ട് KK രാഗേഷിന്റെ ഒക്കെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ട് അതുകൊണ്ട് തന്നെ അവിടെ ഒരു പ്രതീക്ഷയുണ്ട്. പിന്നെ കണ്ണൂർ മണ്ഡലമാണ്. അവിടെ നമുക്ക് കടന്നപ്പള്ളി രാമേന്ദ്രൻ എന്നൊരു ജനകീയ നേതാവ്, ജനകീയ മന്ത്രി, എല്ലാ വീട്ടിലും കയറി ചെല്ലാൻ സ്വാതന്ത്ര്യമുള്ള, അധികാരമുള്ള, എല്ലാവരോടും വലിയ സ്നേഹത്തിൽ പെരുമാറുന്ന മന്ത്രിയാണ്. അദ്ദേഹത്തെ അട്ടിമറിക്കാൻ ടി.എം. മോഹന് സാധിക്കുമോ എന്ന് നമുക്ക് കണ്ടറിയണം. കാരണം കെ സുധാകരന്റെ അതൃപ്തിക്ക് പാത്രമായ ആ നേതാവാണ് ടി.എം. മോഹൻ. അതിന്റെ ഒരു പാലം വലി ഉറപ്പായും നടന്നിട്ടുണ്ടാവും. അതോടെ മറ്റ് നഗരത്തിലെ ചില വിഷയങ്ങൾ, കോൺഗ്രസ് നഗരത്തെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ക്ലിയർ ആണ്. അപ്പോഴും ജില്ലയിലെ ഈ നിലയിലുള്ള സീറ്റുകളുടെ നിലയിലുള്ള ഇടതാധിപത്യത്തിന് ഒരു കോട്ടവും വരുന്നില്ല എന്നുള്ളതാണ്. ഒരു നിമിഷം. കണ്ണൂർ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു പിറന്നാൾ സമ്മാനം അവിടെ പിറന്നാൾ സമ്മാനം കൊടുത്തയച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കുട്ടന്റെ പിറന്നാളാണ്. ചെലവ് ചോദിച്ചോളുക. ക്രിസ്മസ് അല്ല, പിറന്നാൾ കേക്ക്. കേക്ക് താങ്ക് യു. ശരി.